ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചായക്കടയിലെല്ലാം കിട്ടുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജ്ജി എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. വെറും 2 കപ്പ് കടലമാവ് വെച്ചാണ് ഞാൻ ഈ 2-3 പ്ലേറ്റ് നിറയെ ബജ്ജികൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 3 തരം ബജ്ജികളാണ്: മുട്ട ബജ്ജി, മുളക് ബജ്ജി, ഉരുളൻകിഴങ്ങ് ബജ്ജി. ഈ ഒരു മാവ് വെച്ച് തന്നെ ഏത് തരം ബജ്ജികളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ശരി, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിനടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുക, കായത്തിൻ്റെ പൊടി. ഇതിങ്ങനെ പൊടിച്ച് വരുന്നതായതുകൊണ്ട് വലിയ സ്ട്രോങ് ഉണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില നന്നായി പൊടിയായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ബജിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി ഇതൊന്ന് എല്ലാ ഭാഗവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനുള്ള മാവ് തയ്യാറാക്കി എടുക്കുക. അത്യാവശ്യം തിക്ക് ബാറ്റർ തന്നെ ആവണം, എന്നാലാണ് ബജി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിനുള്ള കട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മാവ് കോട്ട് ചെയ്ത് കിട്ടണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമ്മുടെ ബജ്ജി ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിനടുത്ത് സോഡ പൊടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇത് നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചേർക്കാൻ മറന്നതാണ്. ഇത് ഇത്രയും ഐറ്റംസ് മാത്രമാണ് ഞാൻ ബജിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു 3 കോഴിമുട്ട, 4-5 ബജിമുളക്, ചെറിയ ബജിമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്കിത് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 3 ബജികൾ മാത്രമല്ല, ഏത് തരം ബജികളും നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ മാത്രമേ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ ഏത് ബജിയും നമുക്ക് എത്ര പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.